Hello my dear students, welcome to Learner's World. In this video, I talk about Unit 3, Practicing the Skills of Teaching English, Part 6, Teaching of Grammar and Composition. Teaching of Grammar. Grammar is a set of rules governing a particular language. അപ്പോൾ എന്താണ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ അതായത് ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിലുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഈച്ച് ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് ഓൺ ഡിസ്റ്റിങ്ക്റ്റ് ഗ്രാമർ. അതായത് ഓരോ ലാംഗ്വേജിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഗ്രാമർ ഉണ്ട് എന്നാണ് പറയുന്നത്. The systematic study of the rules governing the use of language is called grammar. അപ്പോൾ ഗ്രാമർ എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിലുള്ള റൂൾസിനെ കുറിച്ചിട്ട് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിയിങ് ഗ്രാമർ. ഇനി ഈ ഒരു ഗ്രാമർ പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഗ്രാമർ പഠിക്കുന്നതിലൂടെ ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ് ആക്യുറേറ്റ് യൂസ് ഓഫ് ലാംഗ്വേജ്. അതുപോലെ നമുക്ക് ഈ ഒരു ലാംഗ്വേജിൻ്റെ റൂൾസ് നമ്മൾ ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റൂൾസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കൃത്യമായിട്ട് ആ ഒരു ലാംഗ്വേജ് പഠിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ബിക്കം എ മോർ ഇഫക്റ്റീവ് റൈറ്റർ. അതുപോലെ നമ്മൾ ഈ ഒരു ഗ്രാമർ പഠിക്കുന്നതിലൂടെ ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു റൈറ്ററായിട്ട് മാറാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഗ്രാമർ പഠിക്കുന്നതിലൂടെ. ഇറ്റ് ഫെസിലിറ്റേറ്റ് പ്രോപ്പർ ലേണിംഗ് ഓഫ് എ സെക്കൻഡ് ലാംഗ്വേജ്. അതുപോലെ നമുക്ക് ഒരു സെക്കൻഡ് ലാംഗ്വേജിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലേണിംഗ് ഈ ഒരു ഗ്രാമർ പഠിക്കുന്നതിലൂടെ സാധ്യമാവും. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഗ്രാമർ. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ഗ്രാമർ ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഹെൽപ്പ് പീപ്പിൾസ് അക്വയർ ദ റൂൾസ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ. അതായത് ഇപ്പോൾ സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ റൂൾസ് നേടിയെടുക്കാൻ ഈ ഒരു ടീച്ചിങ് ഗ്രാമറിലൂടെ സാധിക്കും. ദെൻ ടു ഇനാബിൾ ദ പീപ്പിൾസ് ടു യൂസ് ലാംഗ്വേജ് കറക്റ്റ്ലി. അതുപോലെ സ്റ്റുഡൻസിന് ഈ ഒരു ഗ്രാമർ ടീച്ചിങ്ങിലൂടെ അവർക്ക് ലാംഗ്വേജ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് ഗ്രാമർ പഠിപ്പിച്ചു കൊടുത്താൽ. ദെൻ ടു ഇനാബിൾ ദ പീപ്പിൾസ് ടു എക്സ്പ്രസ് ഐഡിയാസ് അക്യുറേറ്റ്ലി. അതുപോലെ സ്റ്റുഡൻസിന് അവരുടെ ഐഡിയാസ് കറക്റ്റായിട്ട് അക്യുറേറ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും ഇതിലൂടെ. ദെൻ ടു ഡെവലപ്പ് പീപ്പിൾസ് പവർ ഓഫ് കോംപ്രഹെൻഷൻ. കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഈ കോംപ്രഹെൻഷൻ പവർ, അതായത് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഈ ഒരു ഗ്രാമർ പഠിക്കുന്നതിലൂടെ ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ടു ഡെവലപ്പ് അവയർനെസ് എബൌട്ട് സയൻറ്റിഫിക് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ്. അതുപോലെ ഈ ഗ്രാമർ ടീച്ചിങ്ങിലൂടെ സ്റ്റുഡൻസിന് സയൻറ്റിഫിക് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജിൻ്റെ സയൻറ്റിഫിക് ആസ്പെക്ട്സിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. ദെൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഗ്രാമർ. ഇനി ഈ ഒരു ടീച്ചിങ് ഗ്രാമറിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡിഡക്റ്റീവ് മെത്തേഡ്, ദെൻ ഇൻഡക്റ്റീവ് മെത്തേഡ്. ദെൻ വാട്ട് ഈസ് ഡിഡക്റ്റീവ് മെത്തേഡ്? ഇൻ ദിസ് മെത്തേഡ് ടീച്ചർ ഹെൽപ്സ് ദ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദ ഗ്രാമറ്റിക്കൽ ഐറ്റം. അപ്പോൾ ഈ ഒരു ഡിഡക്റ്റീവ് മെത്തേഡിൽ ടീച്ചർ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യും. അതായത് ഗ്രാമാറ്റിക്കൽ ഐറ്റംസ് മനസ്സിലാക്കി കൊടുക്കാൻ ടീച്ചർ എന്ത് ചെയ്യും, സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് ഡിഡക്റ്റീവ് മെത്തേഡ്. ദ ടീച്ചർ ഫസ്റ്റ് സ്റ്റേറ്റ്സ് ദ റൂൾസ് ആൻഡ് ഡെഫിനിഷൻസ്. ആദ്യം ടീച്ചർ ഈ ഒരു ഗ്രാമറിൻ്റെ, അതായത് ഈ ഒരു ലാംഗ്വേജിൻ്റെ റൂൾസും അതുപോലെ ഡെഫിനിഷൻസൊക്കെ ആദ്യം സ്റ്റേറ്റ് ചെയ്യും. ദെൻ സം റെലവൻറ്റ് എക്സാമ്പിൾസ് ആർ ഗിവൺ. അതിനുശേഷം കുറച്ച് എക്സാമ്പിൾസ്, റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നൽകും. ദെൻ പീപ്പിൾസ് ആർ ആസ്ക്ഡ് ടു ലേൺ ദ റൂൾസ് ആൻഡ് ഡെഫിനിഷൻസ് ബൈ ഹേർട്ട്. ലേറ്റർ ദ സ്റ്റുഡൻസ് ആർ ആസ്ക്ഡ് ടു ഡു സം എക്സസൈസസ്. ആദ്യം സ്റ്റുഡൻസിനോട് ടീച്ചർ പറയും അത് നിങ്ങൾ ഈ ഒരു ലാംഗ്വേജിൻ്റെ റൂൾസും ഡെഫിനിഷൻസൊക്കെ ഒന്ന് പഠിക്കാൻ പറയും. അതിനുശേഷം കുറച്ച് എക്സസൈസുകൾ കൊടുത്തിട്ട് അവരോടത് ചെയ്യാൻ പറയും. എങ്ങനെയാണ് ഈ ഡിഡക്റ്റീവ് മെത്തേഡിൽ പറയുന്നത്.
The inductive method. In this method, the teacher presents some examples and helps the students to identify the underlying rule. ഈ ഒരു മെത്തേഡിൽ ടീച്ചർ കുറച്ച് എക്സാമ്പിൾസ് കുട്ടികളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും. അതിനുശേഷം കുട്ടികളെ അതായത് ഇതിൻ്റെ താഴെ ഈ ഒരു എക്സാമ്പിൾസിൻ്റെ കീഴിൽ വരുന്ന റൂൾസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സ്റ്റുഡൻസിനെ ടീച്ചർ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ദ സ്റ്റുഡൻസ് ഡിസ്കവർ ദ റൂൾ ആൻഡ് അനലൈസ് ഇൻ ദ ഗിവൺ എക്സാമ്പിൾ. അപ്പോൾ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, തന്നിട്ടുള്ള എക്സാമ്പിൾസ് അനലൈസ് ചെയ്ത്, ടീച്ചർ തന്നിട്ടുള്ള എക്സാമ്പിൾ അനലൈസ് ചെയ്തിട്ട് അതിനുള്ള റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് സ്റ്റുഡൻസ് ഡിസ്കവർ ചെയ്യും. ഇങ്ങനെയുള്ള ഒരു മെത്തേഡാണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ദെൻ ടീച്ചിങ് ഓഫ് കോമ്പോസിഷൻ. ഇനി എന്താണ് ടീച്ചിങ് ഓഫ് കോമ്പോസിഷൻ എന്നുള്ളത് നോക്കാം. കോമ്പോസിഷൻ മീൻസ് പുട്ടിങ് ഓർ അറേഞ്ചിങ് തിങ്സ് ഇൻ എ സെർട്ടൻ ഓർഡർ. അപ്പോൾ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതായത് തിങ്സ് അറേഞ്ച് ചെയ്യുക, അതായത് ഒരു സെർട്ടൻ ഓർഡറിൽ തിങ്സ് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. കോമ്പോസിഷൻ ക്യാൻ ബി ഓറൽ ആൻഡ് റിട്ടൺ. കോമ്പോസിഷൻ മേ ബി ഓറൽ ആകാം അല്ലെങ്കിൽ റിട്ടൺ ആകാം എന്നാണ് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഓറൽ കോമ്പോസിഷൻ? Composition should begin with the power of speech and should be oral before it is written. അപ്പോൾ ഓറൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ സ്പീച്ചിലൂടെ ആണ് ഈ ഒരു കോമ്പോസിഷൻ ബിഗിൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് റിട്ടൺ ചെയ്യുന്നതിന് മുമ്പ് സ്പീച്ചിലൂടെ ബിഗിൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോമ്പോസിഷനാണ് ഓറൽ കോമ്പോസിഷൻ. ഓറൽ കോമ്പോസിഷൻ ക്യാൻ ബി തോട്ട് ബൈ എംപ്ലോയിങ് ആക്ടിവിറ്റീസ് സച്ച് ആസ് കോൺവെർസേഷൻ, ഡയലോഗ്, ഡിബാറ്റ്, ഡിസ്കഷൻ, റോൾ പ്ലേ, സ്പീച്ച്, റിസൈറ്റേഷൻ. അപ്പോൾ ഈ ഒരു ഓറൽ കോമ്പോസിഷൻ പഠിപ്പിക്കുന്നത് കുറച്ച് ആക്ടിവിറ്റീസിലൂടെയാണ്. ആ ആക്ടിവിറ്റീസിൽ വരുന്നതാണ് കോൺവെർസേഷന്, ഡയലോഗ്സ്, ഡിബാറ്റ്, ഡിസ്കഷൻ, റോൾ പ്ലേ, സ്പീച്ച്, റിസൈറ്റേഷൻ എക്സെട്ര. Then what is written composition? The exercises that can be given for teaching written composition are dictation, writing dialogues, essays, letters, scripts for plays, etc. Written composition എന്ന് പറയുന്നത് അതായത് റിട്ടൺ ചെയ്തുകൊണ്ട് ഉള്ളൊരു ടൈപ്പ് ഓഫ് കോമ്പോസിഷനാണ് റിട്ടൺ കോമ്പോസിഷൻ. ഇതിൽ ഈ ഒരു റിട്ടൺ കോമ്പോസിഷൻ ടീച്ച് ചെയ്യുന്ന രീതി കുറച്ച് ആക്ടിവിറ്റീസ് നൽകും. അതിൽ വരുന്ന ആക്ടിവിറ്റീസാണ് ഡിറ്റേഷന്, റൈറ്റിംഗ് ഡയലോഗ്സ്, എസ്സേസ്, ലെറ്റേഴ്സ്, സ്ക്രിപ്റ്റ്സ് ഫോർ പ്ലേസ്. ഇതൊക്കെയാണ് റിട്ടൺ കോമ്പോസിഷനിൽ വരുന്ന ആക്ടിവിറ്റീസ്. ദെൻ ടൈപ്സ് ഓഫ് കോമ്പോസിഷൻ. First one is controlled composition, then guided composition, then free composition. What is controlled composition? Controlled composition is a writing exercise in which the product is linguistically determined by the teacher. അപ്പോൾ കൺട്രോൾ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു റൈറ്റിംഗ് എക്സസൈസ് ആണ്. ഇത് ലിംഗ്വിസ്റ്റിക്കലി ഡിറ്റർമൈൻ ചെയ്യുന്നത് ടീച്ചറാണ് എന്നാണ് പറയുന്നത്. ഇതാണ് എന്ത് കൺട്രോൾ കോമ്പോസിഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് കോപ്പിയിങ്, റിക്കഗ്നിഷൻ എക്സെട്ര. അപ്പോൾ ഇതിൽ വരുന്നതാണ് കോപ്പിയിങ്, റിക്കഗ്നിഷൻ തുടങ്ങിയിട്ടുള്ളവ. Students may be asked to fill up some blanks in the given sets of sentences or to arrange a set of words alphabetically. അപ്പോൾ ഇതിൽ വരുന്ന ആക്ടിവിറ്റീസ്, കൺട്രോൾ കോമ്പോസിഷനിൽ വരുന്ന ആക്ടിവിറ്റീസ്, അതായത് സ്റ്റുഡൻസിനോട് ടീച്ചർ പറയാണ്, അതായത് സെറ്റ് ഓഫ് സെൻറ്റൻസസ് കൊടുത്തിട്ട് അതിൽ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ചെയ്യാൻ പറയാണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് വേർഡ്സ് ആൽഫബറ്റിക്കലി അറേഞ്ച് ചെയ്യാൻ പറയാം. ഇതൊക്കെയാണ് ഈ ഒരു കൺട്രോൾ കോമ്പോസിഷനിൽ വരുന്ന ആക്ടിവിറ്റീസ്. Then what is guided composition? Guided composition is a type of work in which the teacher provides the situation and helps the students prepare the composition through oral or written assistance. അതായത് ഗൈഡഡ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് ടീച്ചറുടെ ഗൈഡോട് കൂടെ, അതായത് ടീച്ചറുടെ സഹായത്തോടു കൂടെ ടീച്ചർ എന്ത് ചെയ്യും, കുറച്ച് സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അവരോട് ഓറലായിട്ടോ അല്ലെങ്കിൽ റിട്ടലായിട്ടോ അവരോട് ആ ഒരു കോമ്പോസിഷൻ പ്രിപ്പയർ ചെയ്യാൻ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് കോമ്പോസിഷനാണ് ഗൈഡഡ് കോമ്പോസിഷൻ. Then what is free composition? Free composition is that type of composition in which the student is
ഫ്രീ ടു എക്സസൈസ് ഇസ് ചോയ്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് വേർഡ്സ് സ്ട്രക്ചർ ആൻഡ് ടു സം എക്സ്റ്റെൻഡ് ഐഡിയാസ് ഓൾസോ. അതായത് ഫ്രീ കോമ്പോസിഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് വളരെ ഫ്രീ ആയിട്ട് എക്സസൈസസ് ചെയ്യുക. അതായത് അവരുടെ ചോയ്സിനനുസരിച്ച് വേർഡ്സ് സെലക്ട് ചെയ്യുക, അതിൻ്റെ സ്ട്രക്ചർ, ഐഡിയാസ്, ഇതൊക്കെ അവരുടെ ചോയ്സിനനുസരിച്ച് വളരെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസാണ് ഫ്രീ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. Free composition is open-ended. Each student is free to give expression to his ideas in his own ways. അപ്പോൾ ഫ്രീ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ എൻഡഡ് ആണ്. അതായത് ഓരോ സ്റ്റുഡൻറ്റിനും അവരുടെ ഐഡിയാസ് അവരുടേതായിട്ടുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ് ഫ്രീ കോമ്പോസിഷനിൽ വരുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് കോമ്പോസിഷൻ. ഈ ഒരു ടീച്ചിങ് കോമ്പോസിഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഡെവലപ്പ് പീപ്പിൾസ് ലിസണിങ് കോംപ്രഹെൻഷൻ. അപ്പോൾ ഈ ഒരു ടീച്ചിങ് കോമ്പോസിഷനിലൂടെ സ്റ്റുഡൻസിൻ്റെ ലിസണിങ് കോംപ്രഹെൻഷൻ ഡെവലപ്പ് ചെയ്യും. ദെൻ ടു ഡെവലപ്പ് പീപ്പിൾസ് പവർ ഓഫ് ഇമാജിനേഷൻ, അവരുടെ പവർ ഓഫ് ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യും. ദെൻ ടു ഡെവലപ്പ് പീപ്പിൾസ് എബിലിറ്റി ടു ഓർഗനൈസ് ഐഡിയാസ് പ്രോപ്പർലി, അതുപോലെ സ്റ്റുഡൻസിൻ്റെ ഐഡിയാസ് പ്രോപ്പർലി ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ടു ഡെവലപ്പ് ദ പീപ്പിൾസ് എബിലിറ്റി ടു അറേഞ്ച് ഐഡിയാസ് ലോജിക്കലി, അതുപോലെ സ്റ്റുഡൻസിൻ്റെ ഐഡിയാസ് ലോജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു ടീച്ചിങ് കോമ്പോസിഷനിലൂടെ ഡെവലപ്പ് ചെയ്യും. ദെൻ ടു ഡെവലപ്പ് പീപ്പിൾസ് ആക്റ്റീവ് വൊക്കാബുലറി, അതുപോലെ സ്റ്റുഡൻസിൻ്റെ ആക്റ്റീവ് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യും. ദെൻ ടു ഹെൽപ്പ് പീപ്പിൾസ് തിങ്ക് ഇൻഡിപെൻഡൻ്റ്ലി, അതുപോലെ സ്റ്റുഡൻസിനെ ഇൻഡിപെൻഡൻ്റ്ലി തിങ്ക് ചെയ്യാൻ അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ടീച്ചിങ് കോമ്പോസിഷൻ. ഓക്കെ, താങ്ക് യു.